ഏറെ ആദരണീയരായ നമ്മുടെ ഈ സമാപന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന യാസീൻ വാഫി, വേദിയിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട ഡീൻ, അതുപോലെ തന്നെ അടക്കമുള്ള പ്രഗത്ഭരെ, 2 ദിവസത്തെ മനോഹരമായ ചർച്ചകളും ചോദ്യങ്ങളൊക്കെയായി ഇവിടെ ഈ ഓഫീസ് കെട്ടിടത്തിൽ മനോഹരമായ, ഇതിൻ്റെ ചരിത്രത്തിലെ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വാഫി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ആദ്യമായി നിങ്ങളോടൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. 1980 ഭാഷാ സമരത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിൻ്റെ ആഹ്വാനത്തിൻ്റെ വിളികേട്ട് നിരവധി ചെറുപ്പക്കാർ ഈ കാളികാവിൻ്റെ തെരുവോരത്ത് നിന്ന് ഒരു ലോറിയിൽ കയറി മലപ്പുറത്തെ കളക്ട്രേറ്റ് പടിക്കലേക്ക് പുറപ്പെട്ടപ്പോൾ വളരെ ആവേശത്തോടു കൂടി കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരുന്ന ചേന്നൻകുളങ്ങര അബ്ദുള്ള എന്ന് പറയുന്ന കുഞ്ഞിപ്പ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആ സമരത്തിൻ്റെ പോരാട്ട വീതിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം അവിടെ രക്തസാക്ഷിയാകുമെന്നോ, ചരിത്രത്തിൻ്റെ നിയോഗം പോലെ ആ മനുഷ്യനെ ഓർത്ത് ഇത്ര മനോഹരമായൊരു ആസ്ഥാന മന്ദിരം പണിയുമെന്നോ നമുക്കറിയില്ല. പക്ഷേ വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ 4 പതിറ്റാണ്ടുകൾക്കിപ്പുറമാണെങ്കിലും ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഷയ്ക്ക് വേണ്ടി നടന്ന ഏക സമര പോരാട്ടവും യുദ്ധവുമായ ഭാഷാ സമരത്തിലെ രക്തസാക്ഷിയായ കുഞ്ഞിപ്പയ്ക്ക് വേണ്ടി കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു ആസ്ഥാനം ഒരുക്കിയപ്പോൾ ഏറ്റവും പ്രധാനമായി ആഗ്രഹിച്ചതും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചതും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാംസ്കാരിക കല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരു കേന്ദ്രമാക്കി ഈ ആസ്ഥാനത്തെ മാറ്റുക എന്നതായിരുന്നു. ഇവിടെ പരിമിതമായ ഈ സ്ഥല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു നാഷണൽ കോൺഫറൻസിന് വേദിയൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും, ഈ നാടിൻ്റെ ഒരുപക്ഷെ ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ വലിയ നേതാക്കന്മാരുടെ പിറകിൽ അണിചേർന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച, സ്വപ്നം കണ്ട എളിയൊരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടുള്ള നന്ദി ആദ്യമേ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ചർച്ചകളും സെമിനാറുകളും സിമ്പോസിയങ്ങളും കോൺഫറൻസുകളും പോലെയുള്ള എല്ലാ പരിപാടികളും നടക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അതിലെ ആദ്യത്തെ സമ്പന്നമായൊരു പരിപാടി, മനോഹരമായ, ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഗസ്റ്റുകൾ, അതിഥികളൊക്കെ വന്ന മനോഹരമായൊരു പരിപാടിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ ഇനിയും നിങ്ങളുടെ വരുന്ന യൂണിയനുകളാണെങ്കിലും അസോസിയേഷനുകളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊരു വെന്യൂ ആക്കി ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ഇതിനോടൊപ്പം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് കൂടി ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ സുദീർഘമായ ഒരു സംസാരത്തിലേക്കൊന്നും ഈ അവസരത്തിൽ പോകണില്ല. കാരണം ഫിലോസഫി എന്നത് ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെടണം, നമ്മളെക്കാലത്തും എന്നും ഏതർത്ഥത്തിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട, ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ വീണ്ടും പുതിയ കോണുകളിലേക്ക്, പുതിയ വഴികളിലേക്ക്, പുതിയ ധാരകളിലേക്ക് സഞ്ചരിക്കുന്ന വലിയൊരാശയത്തെയാണ് നിങ്ങൾ 2 ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പ്രഭാഷകരും ചിന്തകരുമൊക്കെ നിങ്ങളോട് വന്ന് സംവദിച്ചത് പല പെർസ്പെക്റ്റീവുകളിൽ അവരുടെ ഓരോരുത്തരുടെയും വീക്ഷണ കോണുകളിൽ നിന്നുള്ള ആശയങ്ങൾ, തത്വചിന്തയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷനെക്കുറിച്ചും എല്ലാ മനോഹരമായ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു. ഞാൻ ഇന്നലെ അല്പസമയം സമീർ ബിൻസിയുമായി നിങ്ങൾ നടത്തിയ പരിപാടിയിൽ ഒരു ഓഡിയൻ്റായി നമ്മൾ പുറത്ത് ഏറ്റവും പുറകിൽ നിന്നപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ ആവേശത്തോടെയും കൗതുകത്തോടെയും ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ തത്വചിന്തയുടെ, ഫിലോസഫിയുടെ ഒരാശയവും ഒരാഗ്രഹവും അതിൻ്റെ പ്രമേയവും അതിൻ്റെ സത്യസന്ധതയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. മാൻ ഈസ് എ ബുക്ക് ഓഫ് ക്വസ്റ്റ്യൻ എന്നാണ്. അവസാനിക്കാത്ത ചോദ്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ, ഒരു ബുക്ക് ഓഫ് മാനാണ് യഥാർത്ഥത്തിൽ എന്ന് ഫിലോസഫി എന്നത് പല കോണുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അദ്ദേഹത്തോട് നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഒരുപക്ഷെ സൂഫി സംഗീതത്തിൻ്റെയും പുതിയ ധാരയുടെയും അദ്ദേഹം എത്തിച്ചേർന്ന ഒരുപക്ഷെ പബ്ലിക്കായി പറയാൻ കഴിയാത്തതിൻ്റെ പോലും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ
നമ്മൾക്കത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലാകുന്ന യഥാർത്ഥ തത്വചിന്തകൾ ഉത്ഭവിക്കുന്നതും ഉറവിടമാകുന്നതും ഏതൊക്കെ കോണുകളിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണെന്നതും എന്താണ് യഥാർത്ഥത്തിൽ തത്വചിന്ത എന്നതുമൊക്കെ ഒരു വലിയ ഉദാഹരണമായി ഇന്നലെ ഈ ഹാളിൽ വെച്ച് തന്നെ നമ്മൾ കേട്ടത് ഓർക്കുകയാണ്. ഒരുപാട് ആളുകൾ മനോഹരമായ ചോദ്യങ്ങൾ, പക്ഷേ ഒരാളുടെ മനസ്സിലുള്ള ചോദ്യമല്ല മറ്റൊരാൾ ചോദിച്ചത്. അയാൾ ഒരു ചിന്തിക്കാത്ത ചോദ്യങ്ങൾ നിങ്ങളെ ഈ കൂട്ടത്തിൽ നിന്ന് ഓരോ ആളുകളും ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ കേൾക്കുകയായിരുന്നു. ഞങ്ങൾ താഴെ ഇറങ്ങി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. എത്ര സമ്പന്നമായ ചോദ്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിനെ പോലും ആലോചിച്ച് മറുപടി പറയേണ്ട, അദ്ദേഹം സ്ഥിരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ചെലവഴിക്കുന്ന ഒരു മേഖലയിലെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ അല്പസമയമെങ്കിലും ആലോചിക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധ്യമായെങ്കിൽ യഥാർത്ഥത്തിൽ തത്വചിന്തയോടുള്ള മനുഷ്യൻ്റെ ആസക്തിയും അവരുടെ ചിന്തയിലേക്കുള്ള അടുപ്പവും അകലവും കുറക്കുന്നതും അതിലേക്ക് അടുക്കുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള വേദികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നും സെമിനാറുകളിൽ നിന്നും സമ്മേളനങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ ഉരുത്തിരിയുന്ന ആശയങ്ങൾ മനോഹരമായി അറിയേണ്ടതും അനുഭവിക്കേണ്ടതും നമ്മളെ കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരുപാട് ഉപവിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻ്റഗ്രിറ്റിയും നോളജും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ ഫിലോസഫിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുമ്പോഴും അറിവിനെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഒരുപക്ഷെ തിയോളജിക്കും അല്ലെങ്കിൽ സയൻസിനും ഇടയിലുള്ളൊരു വേർഷനായി യഥാർത്ഥത്തിൽ നമുക്ക് ഫിലോസഫിയെ ചേർത്ത് വെക്കാം. തിയോളജിക്കൽ ടേംസിൽ ഒരുപക്ഷെ ദൈവമുണ്ട് എന്നതിലേക്കുള്ള ആശയങ്ങൾ കൊണ്ടുപോകുന്നു. ഞാൻ കുറച്ചു മുന്നേ ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടമേരി റഹ്മാനിയ കോളേജിൽ ചെല്ലാൻ സാധിച്ചപ്പോൾ അവിടെ ഒരു തിയോ പാർക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുതിയ തലമുറയിൽ, പുതിയ സമൂഹത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രം എല്ലായിടങ്ങളിലും നിരീശ്വരവാദത്തിൻ്റെ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വലിയൊരു സാഗരം പോലെ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ യുവാക്കളെയും ഒക്കെ അതിൽ നിന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ തിയോളജിക്കലും തിയോ പാർക്കുകളും ഒക്കെയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സയൻസിന് കൃത്യമായ ഒരു പക്ഷേ നമ്മൾ ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് സയൻറ്റിഫിക് വേർഷനുകൾ നമ്മോട് പറയാനുണ്ട്. എന്നാൽ ഫിലോസഫിക്കൽ ചിന്തകളിലൂടെ നമ്മൾ ഒരുപക്ഷെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അതിൻ്റെ മറുപടി എന്നത് നമ്മൾക്ക് മുന്നിൽ വലിയ ചോദ്യമാണ്. നമ്മുടെ നാടിൻ്റെ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളെക്കുറിച്ചും എസ്തെറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അവനവൻ്റെ ചിന്തകളും ആശയങ്ങളും കൊണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ ഉപമണ്ഡലം കൂടിയായ നമ്മുടെ തലച്ചോറിൻ്റെ, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ, ഒരുപക്ഷെ ആ മസ്തിഷ്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ആ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ കഴിയാത്ത വിധത്തിലുള്ള ആശയങ്ങളുടെ വലിയൊരു സഞ്ചയമായി ഈ ഫിലോസഫി എന്ന് പറയുന്ന ടേം, ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോഴും ഞാൻ പറയുമ്പോഴും അതിന് എങ്ങനെയൊക്കെ എന്നുള്ളത് വലിയൊരു ചിന്തയുണ്ടാവും. സോക്രട്ടീസിൻ്റെ ഒരുപക്ഷെ ഞാനൊരു ഉപന്യാസ രചനയ്ക്ക് വേണ്ടി സോക്രട്ടീസിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പഠിച്ചപ്പോൾ അദ്ദേഹത്തെ ആളുകൾ പ്രത്യേകമായ വിധിപ്പകർപ്പിലൂടെ കൊല ചെയ്യപ്പെട്ടതാണ് നമുക്കറിയാം. യുവാക്കൾ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിലൂടെ ആ യുവതയെ വഴിതെറ്റിക്കുന്നു എന്ന ആശയത്തിൻ്റെ പുറത്ത് സോക്രട്ടീസിനെ അവിടുത്തെ ഭരണകൂടം കൊല ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹത്തെ ജയിലിലാക്കിയതിൻ്റെ തലേ ദിവസം തൻ്റെ സുഹൃത്ത് മനോഹരമായ പാട്ട് പാടുന്നു. സുഹൃത്തിനോട് ചോദിച്ചു, ഈ പാട്ട് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അയാൾ പറഞ്ഞു, നിങ്ങൾ നാളെ കൊല്ലപ്പെടുകയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പാട്ട് പഠിക്കുന്നത്? കൊല ചെയ്യപ്പെടുന്നത് വരെ, എന്നെ തൂക്കിലേറ്റുന്നത് വരെ, എന്നെ കൊല്ലുന്നത് വരെ, ഞാൻ മരണപ്പെടുന്നത് വരെയുള്ള സമയം എനിക്കുണ്ടല്ലോ എന്നൊരു മറു ചോദ്യമാണ് സോക്രട്ടീസ് അദ്ദേഹത്തോട് ചോദിച്ചതെന്നാണ്. ഒരു ശുഭാപ്തി വിശ്വാസം, തൻ്റെ മരണത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെ യഥാർത്ഥത്തിൽ എൻ്റെ മുന്നിൽ സമയമുണ്ടല്ലോ എന്ന ചിന്ത. ഞാനത് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു ചരിത്രം അറിഞ്ഞപ്പോൾ ഞാൻ ചേർത്ത് വെച്ചത് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ തത്വചിന്തകളിലൂടെ കടന്നു പോകേണ്ടതും ഫിലോസഫിക്കൽ ഐഡിയോളജിയിലൂടെ നമ്മൾ ജീവിക്കേണ്ടതും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തിന് പകർന്നു തന്ന അറിവിൻ്റെയും ചിന്തകളുടെയും ലോകത്തല്ലേ? അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണ്ടേ എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ചെറിയ തൈ നിങ്ങൾ അവിടെ നടണമേ എന്ന് പഠിപ്പിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സോക്രട്ടീസിൻ്റെ ഈ ചിന്തയും എത്ര നാളാണോ അത്ര നാൾ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചതും ഖിയാമത്തിൻ്റെ നാളെ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നെങ്കിലും
ആ സമയത്തിൻ്റെ ഒരു വലിയ ശുഭാപ്തി വിശ്വാസം. ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു ഇസ്ലാമിക് ട്രഡീഷൻ മനോഹരമായി നമുക്ക് പ്രവാചക ജീവിതവും ചരിത്രവും എല്ലാം കാണിച്ചു കൊടുക്കാനുണ്ടാകുമ്പോൾ പരമാവധി നമ്മൾ ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമിൻ്റെ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയങ്ങളും അതുപോലെ തന്നെ പലരും കേട്ടാൽ ഉൾക്കൊള്ളുന്ന, അപ്പോൾ ഇന്നലെ സമീർ ബിൻസ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതും ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയധാരകളിലൂടെ എങ്ങനെയൊക്കെ സഞ്ചരിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതൊക്കെ. ഇതൊക്കെ നമ്മൾ ഈ ലോകത്തിന് പകരുമ്പോൾ ഈ ഒരു മതത്തെ, ഈ നാടിനെ ഇത്ര വർഗീയമായും നമ്മുടെ ചിന്തകളെ, വിശ്വാസത്തെ വളരെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനകരമായും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഇസ്ലാമിക ചിന്തകളും തത്വചിന്തകളും പ്രവാചക വഴികളും ജീവിതത്തെയും അനാവരണം ചെയ്യുന്ന മനോഹരമായ പ്രോഗ്രാമുകൾ കൂടി സംഘടിപ്പിക്കാൻ കൂടി നമുക്ക് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അറിവിനെക്കുറിച്ച് അറിയാം. ഞാൻ എല്ലായിടത്തും കുട്ടികളുടെ ക്യാമ്പുകളിലൊക്കെ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ നോളജ് ഈസ് എ പ്രോസസ് ബൈ ലിറ്റിൽ സാവേജ് ഇസ് നോട്ട് ടേൺഡ് ഇറ്റ് എ ഗുഡ് ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ ടേമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് 2 ഹൈഡ്രജൻ തന്മാത്രകളും 1 ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നാൽ ഒരു ജലകണികയുണ്ടാകുമെന്നത് പ്രൈമറി തലം തൊട്ട് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മുടെ അറിവാണ്. യഥാർത്ഥത്തിൽ ആ അറിവിനെ മനോഹരമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ഫിലോസഫിക്കൽ ടേം പൂർത്തിയാകുന്നു എന്നതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു വിശ്വാസം. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടിയ H2O ഒരു ജലകണികയായി മാറുമ്പോൾ വിശന്ന് ദാഹിച്ച് തൻ്റെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക്, അവരുടെ വായിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഈ ജലമെന്നത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. യഥാർത്ഥത്തിൽ തത്വചിന്തയുടെ ആശയങ്ങളുടെ പര്യവസാനമെല്ലാം മനുഷ്യത്വമാണ്, ആ മാനവിക മൂല്യമാണ്, മാനവികതയാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സെറമണിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപക്ഷെ അറിവും മനുഷ്യനെ സമ്പന്നമാക്കുന്നുവെങ്കിൽ, സാംസ്കാരികമായും സാമൂഹികമായും നമ്മൾ ഉയർത്തുന്നുവെങ്കിൽ, അതിനുള്ള കാരണങ്ങൾ കൂടി കണ്ടെത്താൻ, അതിൻ്റെ തെളിവുകൾ സമർപ്പിക്കാൻ ഇത്തരം സംഗമങ്ങൾ സാധ്യമാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മതപരമായ അറിവിൻ്റെ ലിമിറ്റിനകത്ത് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ പട്ടാമ്പിയിലെ രേഖ എന്ന് പറയുന്നൊരു നഴ്സ് ഒരുപക്ഷെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കാലം നമ്മൾ അനുഭവിച്ചു തീർത്തത് കോവിഡ് മഹാമാരി കാലത്താണ്. ആ മഹാമാരിയിൽ തൻ്റെ സ്വന്തം ഉപ്പയോ ഉമ്മയോ ആവട്ടെ മരിച്ചതാരാണെങ്കിലും അവരുടെ മരണക്രമങ്ങൾ ചെയ്യാൻ നമ്മൾ മടിച്ചു നിന്ന കാലത്ത്, കാണാൻ പോലും ആളുകൾ ഇങ്ങനെ ഒരു വലിയ അകലം പാലിച്ചു നിന്ന കാലത്ത്, JCB കൈകൾ കൊണ്ട് അവരെ മറമാടിയ കാലത്ത്, താൻ നോക്കുന്ന ഐസിയുവിലുള്ള ഒരു വല്യമ്മ മരണപ്പെടുമ്പോൾ അവരുടെ അവസാനത്തെ ആഗ്രഹമായി പലപ്പോഴും മരുന്നും ഭക്ഷണവും കൊടുക്കുമ്പോൾ ഈ നഴ്സിനോട് പറഞ്ഞിരുന്നത് എനിക്ക് കലിമ ചൊല്ലി മരിക്കണമെന്നാണ്. രേഖയ്ക്ക് തൻ്റെ സ്വന്തം അയൽവാസി പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടത്രേ, കലിമ ചൊല്ലി മരിക്കുക എന്നതിൻ്റെ ആഗ്രഹവും ആശയമൊക്കെ. ഈ വല്യമ്മ 76 വയസ്സുള്ള വല്യമ്മ ഐസിയുവിൽ കടന്ന് മരണപ്പെടുമ്പോൾ അവർക്ക് കലിമ ചൊല്ലിക്കൊടുത്തത് രേഖ എന്ന് പറയുന്ന പട്ടാമ്പിയിലെ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ അറിവും നമ്മുടെ ചിന്തയും നമ്മുടെ ആശയങ്ങളും ആദർശവും കൃത്യമായി ഒരു പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോക്സിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്ന, നമ്മൾ ജീവിക്കുന്ന മതേതര ഒരു ജനാധിപത്യ അല്ലെങ്കിൽ മതസൗഹാർദ്ദ ഒരു ഹാർമണിക്കൽ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം അതിൽ നിൽക്കാൻ കഴിയും എന്നതിനപ്പുറത്ത് അറിവ് എന്നത് മനുഷ്യൻ്റെ നന്മക്കും മനുഷ്യരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കുതിപ്പും ആവേശവും ഊർജവുമായി മാറുമ്പോൾ അത് നൽകാനുള്ള വലിയ ഒരു സംവിധാനം നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ആദർശങ്ങളിലും നമ്മുടെ പഠനങ്ങളിലും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അറിവും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ സമാഗമങ്ങളും നമ്മുടെ ഒത്തുചേരലുമെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യുന്നതിൻ്റെ അവസാനത്തിൽ മനുഷ്യത്വവും മാനവികതയും തിരിച്ചറിഞ്ഞു കൊടുക്കാൻ, ആർക്കെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ചർച്ചകളുടെ പൂർണ്ണരൂപങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുടെയും കോൺഫറൻസുകളുടെയും ഭാഗമായി ഉണ്ടാകട്ടെ. നമ്മുടെ ഏത് പരിപാടികളുടെയും അവസാനം നന്മയിൽ, ഇപ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ യഥാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്രത്തോടുള്ള ഈയം എന്ന് പറയാം. രാഷ്ട്രത്തോടുള്ള ആവേശം, അഭിനിവേശം, ഈ രാഷ്ട്രത്തോടുള്ള ആവേശം കൊണ്ട് ഈ രാജ്യത്തെ സംഘടിതമായ ഒരു സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഉള്ള പ്രത്യേകമായ കൊടികളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ പേരുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും ആവേശവും അഭിനിവേശവുമാണ് പ്രത്യേകമായ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കാൻ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയ ശാസ്ത്രത്തെ കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. ഈ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളെല്ലാം ഒരുപക്ഷെ തത്വചിന്തയുടെ അവസാനത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മാനവികതയും നന്മയുമാണ്.
ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഒരുപക്ഷെ അവരൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ നന്മയുള്ള വലിയൊരു അവസാനവും പര്യവസാനവും. അതുപോലെ നമ്മുടെ ഏത് തത്വചിന്തകളെ കുറിച്ചാണെങ്കിലും ഫിഖ് സെമിനാറുകളാണെങ്കിലും പരിപാടികളാണെങ്കിലും ഒക്കെ മനുഷ്യൻ്റെ മഹത്വത്തിനും ഏറ്റവും കൂടുതൽ, പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ, ഞാൻ നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വലിയ ഖുർആനെ കുറിച്ച് പറയല്ല, ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയാനാണ്. ഇമാം റാസിയുടെയൊക്കെ എഴുത്തുകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്, അവരുടെ വലിയ ചിന്തകളിലൊക്കെ നമുക്ക് പകർന്നു നൽകിയത് മനുഷ്യൻ്റെ ശ്രേഷ്ഠതകളെയാണ് എല്ലായിടങ്ങളിലും ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് മനുഷ്യത്വത്തിനുള്ള മഹിതമായ മൂല്യങ്ങൾ സമ്മാനിക്കുന്ന, മനുഷ്യത്വരാഹിത്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വാക്കുകളും എഴുത്തുകളും വരികളും തീർക്കുന്ന മഹത്തായ പരിപാടികളും സെമിനാറുകളൊക്കെ ഇനിയും നടത്താൻ, അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുമ്പോൾ ഹൃദയപൂർവ്വം ഹൃദയത്തിൻ്റെ കൈത്തല നിവർത്തി ഈ നാടിന് സ്വീകരിക്കാൻ സാധ്യമാകുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇനിയും നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സന്നദ്ധരായി വരുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ ഞങ്ങളിവിടെ ഉണ്ടാകുമെന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ ക്ലോസിംഗ് സെറമണിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.